പ്രവാസത്തിൽ നിൽക്കുന്ന ആൾക്കാർക്ക് കാലങ്ങളായിട്ട് ഒരേ ശമ്പളമാണ്, ശമ്പളത്തിലൊന്നും ഒരു വർധനവുമില്ല. ഒരേ ശമ്പളം 800-1000 ദിറംസൊക്കെയാണ് ഒരു 20 കൊല്ലം മുമ്പ് സാധാരണ കഫ്തീരിയ, റെസ്റ്റോറൻറ്റ്, അതേപോലെ സൂപ്പർ മാർക്കറ്റ്, ഗ്രോസറിയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരുടെ ശമ്പളം. അതേ ശമ്പളം തന്നെയാണ് ഇന്നും, 20 വർഷം കഴിഞ്ഞിട്ടും ഇന്നും അതേ ശമ്പളം തന്നെയാണ്. പക്ഷെ നമ്മളെ നാട്ടിൽ കൂടിയ സാധനങ്ങളെ വിലവർധനവുണ്ടല്ലോ, ഒരു തരത്തിലും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതുപോലെയാണ്. പൊള്ളുന്ന് കൈ പൊള്ളുന്നേ. നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്ന പ്രവാസികളായിട്ടുള്ള ആൾക്കാരോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. അയച്ചു കൊടുത്ത പൈസ എന്താക്കിയെന്നതിന് മേലാൽ വീട്ടുകാരോട് നിങ്ങൾ ചോദിക്കരുത്. കാരണം ഞാൻ പറഞ്ഞുതരാം. സ്വർണത്തിന് വില കൂടിയതാണ് എല്ലാവരും പ്രശ്നം. പക്ഷേ നമ്മളെ വീട്ടു ചെലവിന് വേണ്ട ഇതേപോലത്തെ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലേ ജീവിക്കാൻ പറ്റുമോ? അപ്പോൾ നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ വീട്ടുകാരോട് ഇനി മേലാൽ ചോദിക്കേണ്ട അയച്ചു കൊടുത്ത പൈസ എന്താക്കിയെന്ന്. കാരണം നമ്മൾ അയച്ചു കൊടുക്കുന്ന പൈസ കൊണ്ട് തീരാൻ പറ്റിയ ചിലവല്ല നാട്ടിൽ. ഭയങ്കര വിലയാണ്. എല്ലാ സാധനത്തിനും തൊട്ട കൈ പൊള്ളുന്നത് പോലെയുള്ള വിലയാണ്. നമ്മൾ അയച്ചു കൊടുക്കുന്ന പൈസ നമ്മളെ വീട്ടിലുള്ള ചിലവ് കഴിയുന്നതിന് പറ്റാത്തൊരു സാഹചര്യമാണ്. ശമ്പളവും കൂടെ വർദ്ധിപ്പിക്കണം. പ്രവാസികളായിട്ടുള്ള പാവപ്പെട്ട കഫ്തീരിയ, റെസ്റ്റോറൻറ്റ്, സൂപ്പർ മാർക്കറ്റിലൊക്കെ, ഗ്രോസറിയിലൊക്കെ പണിയെടുക്കുന്ന സുഹൃത്തുക്കളുടെ ശമ്പളം മലയാളി മാനേജ്മെൻറ്റിലുള്ള ആരെങ്കിലുമൊക്കെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അവരെ ശമ്പളം കൂട്ടി കൊടുക്കുക. കാരണം ആ ശമ്പളം കൊണ്ട് അവരെ വീട്ടിൽ ചിലവ് കഴിയാൻ പറ്റിയ രീതിയിലല്ല ഇന്നത്തെ നാട്ടിലെ വിലവർധനവ്.